ഹായ് ഗായ്സ്, ഞങ്ങളൊന്ന് നൈറ്റ് റൈഡിന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഒന്ന് ഞങ്ങളെ കൂടെ രണ്ട് സ്പെഷ്യൽ ആൾക്കാരുണ്ട്. വേറെ ആരുമല്ല, ഞങ്ങളെ സ്വന്തം അച്ഛനും അമ്മയാണ്. അവർ 2 ദിവസമായി നാട്ടിൽ നിന്ന് എത്തിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഞങ്ങളെ കൂടെ ഉണ്ടാവും. അച്ഛൻ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും. അമ്മ കുറച്ച് ദിവസം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അച്ഛൻ പോകുന്നതിൻ്റെ മുന്നേ ഒന്ന് നൈറ്റ് റൈഡിന് ഇറങ്ങിയതാണ്. ഞങ്ങൾ പുറത്തൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് കുറേ നാളായി ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊക്കെ കറങ്ങാൻ പോയിട്ട്. അങ്ങനെ സാധാരണ കറങ്ങാൻ പോകലൊന്നുമില്ല നാട്ടിൽ ചെന്നാലും, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോയാലായി. അപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളൊരു വെസ്റ്റേൺ മാളുണ്ട്. അപ്പോൾ അച്ഛനെയും അമ്മേനെയൊക്കെ കൂട്ടി മാളിലൊന്ന് കറങ്ങി വരാമെന്ന് കരുതി. അപ്പോൾ ചുമ്മാ ഇറങ്ങിയപ്പോൾ 2-4 ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചിങ്ങനെ ആസ്വദിച്ച് പോകാമെന്ന് കരുതി. അപ്പോൾ അച്ഛൻ സാധാരണ ഇങ്ങനെ സമ്മതിക്കലില്ല. അപ്പോൾ ഒന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. അവൾ മെല്ലെ എൻ്റെ തലയിലിട്ട് ഏട്ടന് ആഗ്രഹമുണ്ട് പുറത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അച്ഛനെയും കൂട്ടി പോകുന്നതാണ്. അല്ലെങ്കിലും അച്ഛനിങ്ങനെ കറങ്ങാൻ പോകുന്നതോ അതോ ആഘോഷങ്ങളോ അങ്ങനത്തെ ഒന്നും അച്ഛന് വലിയ താല്പര്യമില്ലാത്തതാണ്. അച്ഛൻ ഈ അമ്പലം, വീട്, പിന്നെ പണി, ഇതൊക്കെ തന്നെയാണ് അച്ഛൻ്റേത്. പിന്നെ നാട്ടിൽ കൃഷിയുണ്ട്, ഇവിടെയൊക്കെ തന്നെ അച്ഛൻ പോവുള്ളൂ. അങ്ങനെ എവിടെയും കറങ്ങാനും പോവില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വെസ്റ്റേൺ മാളിൽ എത്തിയിട്ടുണ്ട്. അവൾ സിംഹത്തിൻ്റെയും കരടീൻ്റെയും കടുവേൻ്റെയും ഒക്കെ അടുത്തുനിന്ന് ഇതെടുക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. ഈ പ്രോഗ്രാം കുറച്ച് ദിവസമായി ഇവിടെ തുടങ്ങിയിട്ട്. ജൂൺ 10 വരെ എന്തോ ഒരു എക്സിബിഷൻ മാതിരിയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ മാളിൽ വന്നാൽ ഏറ്റവും ഒരു അട്രാക്റ്റുള്ള സംഭവമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 350 രൂപയാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി പുറത്തുനിന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട ഉള്ളിൽ എന്തിനു കയറേണ്ട ഒരാവശ്യമില്ല, പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെയാണ് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. വെറുതെ 350 കൊടുത്ത് ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും നമ്മൾ ഈ മാളിലൊക്കെ വന്നാൽ ഇവിടുന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നല്ല പൈസയാണ് പുറത്തുള്ളതിൻ്റെ കാട്ടിലും. അപ്പോൾ ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി അത്രയേ ഉള്ളൂ. ഇവിടെ നിന്നൊന്നും വാങ്ങുന്നതല്ലല്ലോ കാര്യം. നമുക്ക് ഓരോ യാത്രകളുമാണ് ഓർമ്മിക്കാനുള്ളതും നമ്മുടെ പിന്നേക്കുള്ളത് ഓർത്ത് വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക ഇങ്ങനത്തെ യാത്രകളും ഒക്കെ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എത്ര ജോലി തിരക്കിലാണെങ്കിലും എത്ര ബിസി ലൈഫാണെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടേക്കണം. ഞാൻ മുന്നേ ആണെങ്കിലും ഇപ്പോൾ പറ്റിയതിന് ശേഷമാണെങ്കിലും എനിക്കിഷ്ടമുള്ളൊരു കാര്യം ഒരുപാട് ട്രാവൽ ചെയ്യാം. ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ ഇത് പറ്റിയതിന് ശേഷമാണെങ്കിലും അതിനൊന്നും ഒരു കുറവും വന്നില്ല. ഞാൻ ഇപ്പോഴും അതിലും കൂടുതൽ ട്രാവൽ ചെയ്തുകൊണ്ടേ നിൽക്കുന്നതാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ പറ്റിയാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് ഈ സന്തോഷം ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒക്കെ ഇങ്ങനത്തെ ട്രാവൽസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, സന്തോഷം കണ്ടെത്തുന്നത്. എനിക്ക് 2 ചേച്ചിമാരാണുള്ളത്. അപ്പോൾ അവർക്ക് മൂത്ത ചേച്ചിക്ക് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. കാശിമോൻ, ഞങ്ങളെ സ്വന്തം കാശിമോനാണ്. അപ്പോൾ അവന് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അവന് ഒത്തിരി സന്തോഷം ഇത് കാണുമ്പോൾ. പിന്നെ കാശി കഴിഞ്ഞാൽ പിന്നെ തനുമോളാണുള്ളത്. തനു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചേച്ചിക്ക് ഒരു മോളുണ്ട്, മാളും. അവളും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മേനോട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഫ്ലൈറ്റിൽ പോകണം എന്നൊക്കെ. അപ്പോൾ ചേച്ചിമാരും അളിയന്മാരും ഒക്കെ മക്കൾ എല്ലാവരെയും കൂടെ ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരണം എന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് ഉഷാറാക്കണം. ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. ലിഫ്റ്റിൽ കയറി താഴെ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടിയിൽ കയറി അച്ഛൻ വീൽ ചെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. അത് അപ്പോഴേ വന്ന് ഡോറിന് തട്ടിയുണ്ട്, എന്താ അവിടെ പരിപാടി എന്ന് ചോദിച്ചിട്ട് ഒറ്റയ്ക്ക് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോഴേക്ക് ആളും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഞങ്ങളെ യാത്ര കഴിഞ്ഞ് ഓക്കെ ബൈ.